ഹലോ ഗായ്സ്, അപ്പം ഇന്ന് പെരുന്നാൾ രാത്രിയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇമ്മയുടെ വീട്ടിലേക്ക് പോവാം. കുറച്ച് കാലം നമ്മൾ പോയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിന് മാത്രം അങ്ങോട്ട് പോലുള്ളൂ. കുറച്ച് ദൂരെയാണ്, തൃശ്ശൂരാണ്. അപ്പം അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഈ പള്ളി കണ്ടിട്ടാ. ഇത് ഏത് പള്ളിയാണെന്നറിയോ? നമ്മുടെ RDX ഫിലിമില്ലേ, അത് ഷൂട്ടാക്കിയ പള്ളിയാണ്. നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊടുങ്ങുപള്ളി ഇല്ലേ, അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കണം കേട്ടോ. പിന്നെ വീട്ടിലെത്തിയാൽ അറിയാലോ, പെണ്ണുങ്ങളാകുമ്പോൾ അവരുടെ കുടുംബശ്രീയാണ്. പിന്നെ കുറച്ച് നേരം അത് എനിക്കമാരൊക്കെ എത്തിയപ്പോൾ പിന്നെ അവരായിട്ട് സംസാരിച്ചിരുന്നിട്ടാ. അത് കഴിഞ്ഞപ്പം അവർ പറയാണ്, ഒരു തരി വെള്ളമില്ല കുടിക്കാൻ, പോയിട്ട് വെള്ളം കോരിട്ട് വന്ന്. പിന്നെ എൻ്റെ ഉമ്മാടെ ഉമ്മക്ക്, അതായത് ലൈലുമ്മക്ക് ഈ കിണറ്റിലത്തെ വെള്ളം മാത്രമേ പറ്റൂ. കാരണം അത് ആള് ജനിച്ചപ്പോൾ മുതൽ ആ കിണറ്റിൽ നിന്നാട്ടെ വെള്ളം കുടിക്കുന്നത്. കുറേ വർഷത്തെ പഴക്കമുണ്ട് ഒരു കിണറിന്. അപ്പോൾ എന്തോ ജാറത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എന്തോ പുണ്യം ഒക്കെ നിറഞ്ഞൊരു കിണറാന്നൊക്കെ എന്നിട്ട് അവിടെ പറയുന്നത്. ഇപ്പം എന്നാ അപ്പം നമ്മൾ അതിൽ നിന്ന് കോരാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ താത്ത വെള്ളം കോരാണ്. അരപ്പാവാടയും ഒരു ഓറഞ്ച് ഷിമ്മീസും ഇട്ട്. അതെ, അടുത്തത് ഒലക്ക കുത്താണ്. കുത്ത് അതേ തല്ലിട്ട് നോക്കണ് വെള്ളം ഉണ്ടോന്ന്. കിട്ടി. അതെന്താ, ഏതാ സ്പീഡ്? ജബ്ബാർക്ക് പോലും അടിക്കൂല ഇങ്ങനെ. ഇനി ക്ലീനിങ് അത് കഴിക്കണം കേട്ടോ. വെള്ളത്തിൽ 24 മണിക്കൂർ കിടക്കുന്നത് തന്നെ കഴിക്കണം. പിന്നെ നമ്മൾ നേരെ കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉറങ്ങി നേരത്തെ എണീറ്റ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ലെ ഇലുമാളെ തറവാടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ റംബൂട്ടാനൊക്കെ പറിച്ച് പിന്നെ നമുക്ക് പള്ളിക്കന്ന് ഇറച്ചി കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെയും നമ്മൾ വെള്ളം നിറക്കാണ്. കാരണം ഇവിടുത്തെ ഈ ഒരു കിണറ്റിലത്തെ വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അത് എപ്പോഴും റീഫിൽ ചെയ്യേണ്ടി വരും. കാരണം അവിടെ കൊണ്ടുവച്ചാൽ അപ്പം തന്നെ തീരൂട്ടോ, അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറും പിന്നെ ഇറച്ചി പിന്നെ അതായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ എല്ലാവരും ഉച്ചക്ക് ഒക്കെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പം കാക്കുവിൻ്റെ കാലിന് ഞാൻ പറഞ്ഞില്ലേ വയ്യായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഞാൻ പറ്റിക്കൊടുത്ത് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റാക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരാൾ ഇതാ കണ്ട മറ്റേ ലാഡറില്ലേ, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് വെറുതെ ഒരു സാധനങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് നമ്മൾ ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തോലൊക്കെ ഒലിച്ച് ചക്കയുടെ ചോളയൊക്കെ മാറ്റി വെക്കുന്ന പണിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്മാർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവന്മാർ കൂടിയത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഇവന്മാർ കുറേ നേരമൊക്കെ ഒറ്റ കളിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് കളിച്ചൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവന്മാരുടെ ഒരിതായി. അത് കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്ത് കേട്ടോ. നമ്മുടെ കുറച്ച് ചെടികളൊക്കെ കാറിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾ കാര്യമായിട്ടുള്ള മേക്കപ്പിലൊക്കെ ആണ് കേട്ടോ. ഐലൈനർ എഴുതുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഒരു ലുക്ക് അത് എല്ലാവർക്കും മെയിൻ ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഒരാൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് കിടത്തായി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ടാ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് നമ്മുടെ കാറിൽ തൂക്കാനായിട്ട് ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളതാ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.